ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫിലിപ്പിനോ ഒരാൾക്കുണ്ട അനുഭവമാണ്. അദ്ദേഹത്തിന്റെ വിരലുണ്ടല്ലോ, ഇങ്ങനെ വിരലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് മേലോട്ടേക്ക് ഉയരില്ല. ഇയാൾ കൈ കൊണ്ട് ഇങ്ങനെ വിരൽ അങ്ങോട്ടേക്ക് ആക്കണം. പക്ഷെ ആൾക്കത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അതൊരു ട്രിഗർ ഫിംഗർ പ്രശ്നമാണത്. പിന്നീട് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. കാരണം അതൊരു വലിയൊരു പ്രതിസന്ധിയായിട്ട് നിങ്ങൾ കരുതണ്ട, ഒരു മാരകമായ രോഗമൊന്നുമല്ല. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വിരൽ ഇങ്ങനെ നിവർത്തുമ്പോൾ നിവരാതിരിക്കുന്നുണ്ടോ, ഇങ്ങനെ വെച്ച് ലോക്ക് ആവുന്നുണ്ടോ, നിങ്ങളുടെ അസുഖം ട്രിഗർ ഫിംഗർ ആവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ സർജനാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒരു മസിൽ വരുന്നുണ്ട്. ആ മസിൽ വന്ന് ഒരു ടെൻഡൻ ആയിട്ടാണ് നമ്മുടെ വിരലുകളുടെ മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു പുള്ളിയുണ്ട്. എല്ലാ വിരലുകൾക്കും ഈ ഭാഗത്തായിട്ട് ഒരു A1 പുള്ളി എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. അതായത് ഇങ്ങനെ ഒരു കുരുക്ക്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ടെൻഡൻ വരുമ്പോൾ ഇവിടെ വെച്ചിട്ട് അതിങ്ങനെ ടൈറ്റ് ആവാം. അവിടെ വരുന്ന നീർക്കെട്ട് കാരണോ ഈ പുള്ളിയുടെ തിക്കനിങ് കാരണോ അത് ടൈറ്റ് ആവാം. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ആദ്യം ഇവിടെ ഒരു വേദനയോ നോഡികളോ ഒക്കെ അനുഭവപ്പെടാം. പിന്നെ ഒന്ന് നിവർത്താനുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ നിവരുമ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആവുക. കുറച്ചും കൂടെ സീരിയസ് കണ്ടീഷനിൽ അതിങ്ങനെ വിരലിങ്ങനെ മടങ്ങിയിരിക്കുക, പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ പൊക്കേണ്ട വരും. ഈ ഒരു അവസ്ഥയാണ് ട്രിഗർ ഫിംഗർ. അപ്പോൾ ഓവറായിട്ട് ഈ വിരലിന്റെ ആക്ടിവിറ്റീസ് വരുന്നവരിൽ, ഇങ്ങനെ പിഴിയുന്നവരിൽ, ഗ്രാസ്പ് ചെയ്ത് പിടിക്കുന്നവരിൽ, ഇങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇത് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ നമുക്ക് സ്പ്ലിന്റിംഗ് വഴിയും മരുന്നുകൾ വഴിയും ഇത് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിന്റെ സ്റ്റേജ് വെച്ചാണ് ട്രീറ്റ്മെന്റ്. അടുത്ത സ്റ്റേജിൽ അവിടെ നീർക്കെട്ടാണ് കാരണമെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ അവിടെ എടുത്തു കഴിഞ്ഞാൽ നീർക്കെട്ട് വലിഞ്ഞ് നമുക്ക് കുറച്ച് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിലല്ല അവിടെ തിക്കനിങ് ആയിട്ട് അവിടെ പുള്ളി തിക്കണ്ടാണെങ്കിൽ ഒരു ചെറിയ അവിടെ തരിപ്പിച്ചിട്ട് ഒരു ചെറിയൊരു സർജറി വഴി, ഒരു ഡേ കെയർ പ്രൊസീജിയർ അതുവഴി നമുക്ക് ആ വള്ളി പിടിപ്പിച്ച് കൊടുത്തിട്ട് അത് ക്യൂർ ചെയ്യാൻ സാധിക്കും.